ഇതിന് മുമ്പുള്ള ലീഡ് റോളിൽ അഭിനയിച്ച സിനിമകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു സിനിമ പ്രാങ്കൂട്ട് ഷാപ്പാണ് ഏറ്റവും അധികം. അത് ശ്രീരാജിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ശ്രീരാജ് അങ്ങനെ ഫീഡ്ബാക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒരു ടെംപ്ലേറ്റ് ഇല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് പോലീസ് ഓഫീസറായിട്ട് മാത്രം പോകേണ്ട ഒരു ക്യാരക്ടറിനെ ഈ ഫീഡ്ബാക്സ് ആണ് ആക്ച്വലി അതിൻ്റെ അകത്ത് നിന്ന് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. പ്രാങ്കൂട്ട് ഷാപ്പിൽ കോമ്പിനേഷൻസ് ഇപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ വളരെ കുറവാണ്. എനിക്ക് പോലീസുകാരുമായിട്ടുള്ള കോമ്പിനേഷനാണ്. ഇയാൾ ഒറ്റയ്ക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഇൻട്രോഗേഷൻ മാത്രമേ ഉള്ളൂ. സൗഭികമായിട്ടും 2-3 ദിവസം, ചെമ്പൻ ചേട്ടനായിട്ട് 2-3 ദിവസം, നമ്മൾ തമ്മിൽ ഒരു ദിവസത്തെ കോമ്പിനേഷൻ അങ്ങനെയൊക്കെ ഉള്ളൂ. അത് ഞാൻ കാണുന്നില്ല. അന്നേരം കാണുന്നില്ല, ഇങ്ങനെ ചത്ത് കിടക്കുക ഡെഡ് ബോഡി ആയിട്ട് ഇപ്പം എന്ത് വൈബ് ചെയ്യാനാ. അപ്പോൾ അത് കാരണം അങ്ങനത്തെ സ്പേസ് അല്ല. അപ്പോൾ ഓരോ ദിവസവും ഓരോ ആൾക്കാരൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഒരു കുറേ ദിവസം ഒരുമിച്ച് ഒരേ ആൾക്കാരുടെ കൂടെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മെല്ലെ മെല്ലെ അതിലേക്ക്. അപ്പോൾ പ്രാങ്കൂട്ട് ഷാപ്പിൽ അങ്ങനത്തെ, പക്ഷെ കൂടെയുള്ള പോലീസുകാരായിട്ടൊക്കെ രസമായിരുന്നു. അവരൊക്കെ നാടകക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ പഴയ നാടക കഥകൾ, ഈ നൈറ്റ് ഷൂട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ പഴയ കഥകൾ, അവരവിടെ സ്റ്റേജ് ഷോയ്ക്ക് പോയി മറ്റേ നാടകം കളിക്കാൻ പോയ കഥകളും ട്രാവല് ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ കേട്ടോണ്ടൊക്കെ ഇരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ക്യാമറ ഷൈജുക്കയും ശ്രീരാജൊക്കെ ആയിട്ട് അവരൊക്കെ ആയിട്ട് ഒരു റാപ്പോ ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാ സെറ്റിലും അങ്ങനെ പല ക്യാരക്ടേഴ്സാണ് ഓരോ സെറ്റിനും. അപ്പോൾ ഇതൊരു വേറൊരു ക്യാരക്ടറുള്ളൊരു സെറ്റായിരുന്നു. കുറച്ചുകൂടെ അതിൻ്റെ ഒരു പ്രോസസ്സായിരുന്നു ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേതൊക്കെ കുറേ കൂടെ അവിടെ തമാശയൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. ഇതിൽ ഒരു ലൈറ്റപ്പും ഒരു ടെക്നിക്കൽ സിനിമാറ്റോഗ്രാഫിയും ശ്രീരാജിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങും പുള്ളിയുടെ ഒരു ക്വിർക്കിനെസ്സും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്ത് എക്സൈറ്റിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇത് തൂമ്പ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം എനിക്ക് തോന്നുന്നു ഒരു വലിയ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത് ബേസിലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലെ ഒരു ഭാഗത്തിലൂടെയാണ്. അത് ശരിക്കും ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിൽ കൂടെ തന്നെ ആ സംവിധായകൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് കൺവേ ആവുന്നുണ്ട്. അത് സിനിമാ സെറ്റിലേക്ക് വരുമ്പോൾ അതിൽ മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടോ ഒരു വലിയ സ്കെയിലിലേക്ക് വരുന്ന സമയത്ത്? ഇല്ല, ആളുടെ കോൺഫിഡൻസും കൺവിക്ഷനൊക്കെ പ്രോപ്പറായിരുന്നു. ഒരു പോയിന്റിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഒന്നും ശ്രീരാജ് ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് കാണിച്ചിട്ടില്ല. ഉള്ളിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പുറത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള കൺഫ്യൂഷനുള്ള ആളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഡേ മുതൽ ഈ പറയുന്ന ഫീഡ്ബാക്സ് വരുന്ന കാര്യത്തിലാണെങ്കിലും ക്യാരക്ടർ ചെയ്യുമ്പോഴൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുക, ടെംപ്ലേറ്റിൻ്റെ പുറത്ത് എന്തെങ്കിലും ചെയ്യുക, ആക്ടേഴ്സിന് നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാം. ഇപ്പോൾ പുതിയ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആക്ടേഴ്സിനാണെങ്കിലും ശരി. ഇപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്, സൗഭിക അഭിനയിക്കുന്ന ഒരാളാണ്, ചാന്ദിനി, ശിവജിത്ത്, എല്ലാവരും അവരിൽ നിന്നും പുതിയതായിട്ട് എന്താണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശ്രീരാജിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്നെ ആസ് ആൻ ആക്ടർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്. ഒരു ഡയറക്ടർ ഫീഡ്ബാക്ക് തരുന്നതനുസരിച്ചിട്ട് നമുക്ക് ആസ് ആൻ ആക്ടർ എത്രമാത്രം ഇമ്പ്രൂവൈസ് ചെയ്യാൻ ബെറ്റർ ആവാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു സിനിമയാണ്. ഇതിന് മുമ്പുള്ള ലീഡ് റോളിൽ അഭിനയിച്ച സിനിമകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു സിനിമ പ്രാങ്കൂട്ട് ഷാപ്പാണ് ഏറ്റവും അധികം. അത് ശ്രീരാജിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ശ്രീരാജ് അങ്ങനെ ഫീഡ്ബാക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒരു ടെംപ്ലേറ്റ് ഇല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് പോലീസ് ഓഫീസറായിട്ട് മാത്രം പോകേണ്ട ഒരു ക്യാരക്ടറിനെ ഈ ഫീഡ്ബാക്സ് ആണ് ആക്ച്വലി അതിൻ്റെ അകത്ത് നിന്ന് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കോൺഫിഡൻസ് തന്നെയാണ്. കാരണം ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു, ഇത്രയും വലിയൊരു സിനിമാറ്റോഗ്രാഫർ ഇരിക്കുന്നു, ഇത്രയും സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഇരിക്കുന്നു, എല്ലാവരും ഈ പറയുന്ന ഭയങ്കര നമുക്ക് വലിയ പ്രൊഫൈലുകളാണ്. അത്രയും ഇരിക്കുന്ന സമയത്ത് പുള്ളി ഭയങ്കര അണ്ടർഡോഗായിട്ട് മാറാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അവരെ അങ്ങ് കൊണ്ടുപോയിക്കോളും, ഞാൻ ഇതെങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളാം എന്ന് തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് അയാൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അത് ശ്രീരാജ് ഭയങ്കര നീറ്റായിട്ട് എല്ലാവരും കറക്റ്റായിട്ട് കൊണ്ടുപോകാനും അത് ഇവൻച്വലി അത് പുൾ ഓഫ് ചെയ്യാനും ശ്രീരാജിന് സാധിച്ചിട്ടുണ്ട്.